Students, today we are going to discuss about D block elements. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എസ് ബ്ലോക്കും പി ബ്ലോക്കും പറഞ്ഞു. നെക്സ്റ്റ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. അപ്പോൾ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഇവിടെ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് കാണിക്കൊണ്ട് ഒരു ഫോർത്ത് പീരീഡിലെ എലമെൻറ്റ്സ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുത്ത് തന്നിരുന്നു, എന്നാലും ഒന്നും കൂടെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എലമെൻറ്റ്സ് വിച്ച് ബിലോങ്സ് ടു ഗ്രൂപ്പ് 3 to 12 in periodic table is called D block elements. Elements which belongs to group 3 to 12 in a periodic table. 3 to 12 in a periodic table. But 3 to 12 in a periodic table is called D block elements. Then the outermost electronic configuration here last electron outermost electronic configuration outermost electronic configuration last electron will enter into penultimate d subshell. Penultimate d subshell. Last electron will enter into penultimate d subshell. So this is called D block elements. Example scan എടുക്കുമ്പോൾ ഇതിൻ്റെ കോൺഫിഗറേഷൻ വരും ഇങ്ങനെയാണ്. ഇങ്ങനെ എഴുതാം 3D1 4s2. ഇനി തിരിച്ച് 4s2 3D1 എഴുതാം, നോ പ്രോബ്ലം. പിന്നെ 3D2 4s2. ഇവിടെ വനയുടെയും വരുമ്പോൾ 3D3 4s2. ക്രോമിയം വരുമ്പോൾ ചെറിയൊരു കോൺഫിഗറേഷൻ വ്യത്യാസമുണ്ട്, 3D5 4s1. മാംഗനീസ് വരുമ്പോൾ 3D5 4s2. അയൺ വരുമ്പോൾ 3D6 4s2. കൊബാൾട്ട് 3D7 4s2. നിക്കൽ 3D8 4s2. കോപ്പർ വരുമ്പോൾ ചെറിയ ഡിഫറൻസ് 3D10 4s1. ഓക്കെ, അതിന് സിങ്ക് വരുമ്പോൾ 3D10 4s2. ഇപ്പോൾ ഇത് 3D ആണ്. എല്ലാം ലാസ്റ്റ് എല്ലാം കാണിച്ചിരിക്കുന്നത് എല്ലാം 3Dയിലേക്കാണ്. 3D. നെക്സ്റ്റ് ഇനി തൊട്ട് താഴത്തെ പീരീഡ് വരുമ്പോൾ എല്ലാം എന്താവും 4D. ഇത് 5s ആവും. തൊട്ട് താഴെ 60 അങ്ങനെ വരും. ഓക്കെ, ഇതിൽ നിങ്ങൾക്കിപ്പം എനിക്ക് പറഞ്ഞ പ്രകാരമാണെങ്കിൽ ക്രോമിയം ആൻഡ് കോപ്പർ ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വ്യത്യാസമുണ്ട്. ക്രോമിയത്തിൻ്റെ കേസിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ക്രോമിയം ഇത് ഡിയിൽ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 10, ഇവിടെ ഹാഫ്. ദെൻ കോപ്പർ എടുത്താൽ ഡിയിൽ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ 10 ആണ്, ഫുൾ ഫിൽഡ്. അപ്പോൾ ഇത് ഹാഫ് ഫിൽഡ്, ഇത് ഫുൾ ഫിൽഡ്. അപ്പോൾ ഹാഫ് ഫിൽഡും ഫുൾ ഫിൽഡ് എന്തായിരിക്കും, മോർ സ്റ്റേബിൾ ആയിരിക്കും. ഹാഫ് ഫിൽഡ് ഓർബിറ്റലും പിന്നെ അതുപോലെ ഫുൾ ഫിൽഡ് ഓർബിറ്റൽ ഉണ്ടെങ്കിൽ അത് മോർ എന്തായിരിക്കും, സ്റ്റേബിൾ ആയിരിക്കും, മോർ സ്റ്റേബിൾ. ഓക്കെ, അപ്പം നമ്മൾ ക്രോമിയം കോപ്പറിൻ്റെ എക്സെപ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചു നോക്കുക. അതിന് റീസൺ ഹാഫ് ഫിൽഡ് ആൻഡ് ഫുൾ ഫിൽഡ് ഓർബിറ്റൽ ഈസ് മോർ സ്റ്റേബിൾ. ഓക്കെ, ഇനി ഞാൻ പറയുന്ന പോയിന്റ്, ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആർ കോൾഡ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആർ കോൾഡ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് ബിക്കോസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എസ് ബ്ലോക്കിൽ മാക്സിമം ഉണ്ടാവുക മെറ്റൽസാണ്, എല്ലാം കംപ്ലീറ്റ് മെറ്റൽസാണ്. ഇത് നിങ്ങൾക്ക് അറിയുന്ന പോലെ ഇലക്ട്രോ പോസിറ്റീവുമാണ്. പി ബ്ലോക്കിലുണ്ടാവുക നോൺ മെറ്റൽസ് ഉണ്ടാവും. മെറ്റൽസും ഉണ്ട്, നോൺ മെറ്റൽസ് അധികം ഉണ്ട്. എങ്ങനെയാണ്, ഇത് ഇലക്ട്രോ നെഗറ്റീവാണ്. ഈ രണ്ട് എലമെൻറ്റ്സിന് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് കോൾഡ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആർ കോൾഡ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ഇപ്പം ഇങ്ങനെ പറയാം, ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആർ കോൾഡ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് ബിക്കോസ് they are transition from more electropositive elements belongs to S block to more electronegative elements belongs to P block. ഇനി നമ്മൾ നേരത്തെ തൊട്ട് മുമ്പിലത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മൾ സിങ്ക് എടുക്കുക, അതിൽ തൊട്ട് താഴത്തെ പീരീഡിലുള്ള കാഡ്മിയം എടുക്കുക. ഇത് സിങ്ക്, ഇത് കാഡ്മിയം. തൊട്ട് താഴത്തെ പീരീഡിലുള്ള മെർക്കുറി എടുക്കും, മെർക്കുറി. നിങ്ങൾ ഇത് മൂന്നും എടുക്കുന്ന സമയത്ത് ട്രാൻസിഷൻ എലമെൻറ്റ് ഷൂസ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ്. ട്രാൻസിഷൻ എലമെൻറ്റ്സ് കുറേ പ്രോപ്പർട്ടീസ് കാണിക്കും, പക്ഷേ ആ പ്രോപ്പർട്ടീസ് ഒന്നും ആരില്ല, സിങ്ക്, കാഡ്മിയം ആൻഡ് മെർക്കുറി ഇല്ല. സോ സിങ്ക്, കാഡ്മിയം ആൻഡ് മെർക്കുറി ഡസ് നോട്ട് ഷോ ഓൾ ദി പ്രോപ്പർട്ടീസ് ഓഫ് എ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. സോ ദിസ് ഈസ് കോൾഡ്, ദീസ് ആർ കോൾഡ് pseudo transition elements.
pseudo transition elements. Pseudo means false. That means zinc, cadmium and mercury are not normally considered as transition elements, but it belongs to D block. Okay, zinc, cadmium and mercury are called pseudo transition elements because zinc, cadmium and mercury does not show the properties of a transition elements. ഇനി നമുക്കിവിടെ കുറച്ച് പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. ഞാൻ പറയാൻ പോകുന്നുണ്ട് അടുത്ത സെക്ഷൻ. അതിനാണ് നെക്സ്റ്റ് സെക്ഷൻ, പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് പറയുന്നത് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നിങ്ങൾ നയൻത്ത് ക്ലാസ്സിലും മറ്റും ഓക്സിഡേഷൻ സ്റ്റേറ്റിലും പഠിച്ചിട്ടുണ്ട്. അതിനു മുമ്പേ വാട്ട് ഈസ് വാലൻസിയും പഠിച്ചിട്ടുണ്ട്. വാലൻസി മീൻസ് കമ്പൈനിങ് കപ്പാസിറ്റി ഓഫ് എൻ എലമെൻറ്റ്. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ആരെ ഡിപ്പെൻഡ് ചെയ്യും? വാലൻസ് ഇലക്ട്രോണെ ഡിപ്പെൻഡ് ചെയ്യും. വാലൻസ് ഇലക്ട്രോൺസ് മീൻസ് ഇലക്ട്രോൺസ് പ്രസൻറ്റ് ഓൺ ദി ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് എൻ ആറ്റം. നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള ഒരു എക്സാമ്പിൾ ഉണ്ട്. ഇത് FeCl2. ഈ FeCl2 പറഞ്ഞാൽ അതിൻ്റെ പേര് ഫെറസ് ക്ലോറൈഡ്. ഇതിൻ്റെ പേര് ഫെറിക് ക്ലോറൈഡ്. അപ്പം അതിൻ്റെ അർത്ഥം നമുക്ക് അറിയുന്നൊരു കാര്യമുണ്ട്. ക്ലോറിൻ എന്ന എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. അങ്ങനെയാണെങ്കിൽ FeCl2 എടുക്കുമ്പോൾ ക്ലോറിൻ -1 ആണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന അയോൺ Fe2+ ആണ്, ഇവിടെ Fe3+ ആണ്. ഇപ്പോൾ ഫെറസ് ക്ലോറൈഡിൽ അതിലുണ്ടാകുന്ന അയൺ ഇത് Fe2+, ഫെറിക്കിൽ Fe3+. ഇനി നമുക്ക് അയണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. അയണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 26 ആണെങ്കിൽ നമുക്ക് എഴുതുന്നത് 1s2 2s2 2p6 3s2 3p6 4s2 എഴുതേണ്ടത് 3p6 നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ. 1s2 2s2 2p6. പിന്നെ ഇവിടെ അയൺ നോക്കിക്കഴിഞ്ഞാൽ 3d6 4s2 എന്ന് എഴുതേണ്ടത്. അപ്പോൾ 3d6 പിന്നെ 4s2 ഒന്ന് നോക്കാം. ഇതിപ്പോൾ എത്ര ഇത് 10i, പിന്നെ ഇവിടെ എത്ര 12i, ഇവിടെ എത്ര 18i, 18 8 26 കറക്റ്റ്. അപ്പോൾ 3d6 4s2. ഇനി FeCl2 വരുമ്പോൾ ഇറ്റ് ലൂസ് ഹൗ മെനി നമ്പർ ഓഫ് ഇലക്ട്രോൺസ്? 2 ഇലക്ട്രോൺസ്. ആ 2 ഇലക്ട്രോൺസ് എവിടെ നിന്ന് പോവുക? ഏറ്റവും ലാസ്റ്റിലെ എസ് എന്ന് പോകും. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക 1s2 2s2 2p6 3s2 3p6 3d6 വരും. ക്ലിയർ? ഇനി Fe3+ എന്ന് പറയുമ്പോൾ അവിടെ ഇറ്റ് ലോസ് 3 ഇലക്ട്രോൺസ്. ആ 3 ഇലക്ട്രോൺസ് പറയുമ്പോൾ ഫസ്റ്റ് എസ് എന്ന് 2 എണ്ണം പോയി, ദെൻ 1 ഡി എന്ന് പോയി. അപ്പോൾ എന്ത് കോൺഫിഗറേഷൻ വരും? 1s2 2s2 2p6 3s2 3p6 3d5 വരും. ഓക്കെ, ഫസ്റ്റ് എയിൽ നിന്ന് പോകും എസ് എന്ന്, ഫസ്റ്റ് എസ് ഡി എന്നല്ല പോകുന്നു, ഫസ്റ്റ് എസ് എന്ന് പോയി പിന്നെ ഡി എന്ന് പോയി. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് എക്സാമ്പിൾ നോക്കാം. കുറച്ച് എക്സാമ്പിൾ പറഞ്ഞാൽ മാംഗനീസിൻ്റെ കേസിലുള്ള കുറച്ച് എക്സാമ്പിൾ നോക്കാം. നമുക്ക് നോക്കിക്കോ. ഞാനിവിടെ മാംഗനീസിൻ്റെ എഴുതിയിട്ടുണ്ട്, കോമ്പൗണ്ട്സ് ഓഫ് മാംഗനീസ് എഴുതിയിട്ടുണ്ട്. അതിനു മുമ്പേ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതാ ഇവിടെ മാംഗനീസിൻ്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി വെക്കുക. Mn 25 ആണ്. അപ്പം 1s2 2s2 2p6 3s2 3p6 പിന്നെ 3d5 4s2. ഇത് മാംഗനീസിൻ്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഔട്ടർ മോസ്റ്റ് ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 3d5 4s2. ഇനി ഈ MnCl2 എടുക്കുമ്പോൾ അവിടെ ക്ലോറിൻ -1 ആണ്. അപ്പോൾ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. ഇനി MnO2 എടുക്കുമ്പോൾ ഓക്സിജൻ്റെത് -2 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത്ര ഒരു മാംഗനീസ് +4 ആണ്. ഇനി Mn2O3 എടുക്കുമ്പോൾ ഇവിടെ എത്ര -2, അപ്പോൾ -6 ആയി. അപ്പോൾ ഇവിടെ എത്രയും Mn +3 ആണ്. +3 × 2 +6 -2. ഓക്കെ, ഇനി Mn2O7 എടുക്കുമ്പോൾ ഇവിടെ ഇത് മാംഗനീസ് +7 ആയിരിക്കും. MnCl2 മാംഗനീസ് +2, MnO2 +4, Mn2O3 +3, Mn2O7 +7. അപ്പോൾ അങ്ങനെയാണെങ്കിൽ MnCl2 കോൺഫിഗറേഷൻ 2 ഇലക്ട്രോൺ ലോസ് ചെയ്യണം. അപ്പോൾ 2 ഇലക്ട്രോൺ ലോസ് ചെയ്യണമെന്നാൽ ഇവിടുന്ന് പോകും. അപ്പോൾ എന്താ 1s2 2s2 2p6 3s2 3p6 3d5.
Mn +4 എന്ന് പറയുമ്പോൾ 2 ഇവിടുന്ന് പോയി, ഡിയിൽ നിന്ന് 2 എണ്ണം പോയി. അപ്പം 1s2 2s2 2p6 3s2 3p6 3d3. ഇനി +3 വരുമ്പോൾ 3 എണ്ണം പോകും, 2 ഇവിടുന്ന് 1 ഇവിടുന്ന്. അപ്പം എന്തും ഇതേപോലെ 1s2 2s2 2p6 3s2 3p6 എത്ര എണ്ണം പോകും, 2 1 അല്ലേ, അപ്പോൾ 3d4. ഇനി +7 എന്ന് പറയുമ്പോൾ 7 എണ്ണം പോകും, ഇപ്പോൾ ഇത് 7 പോയി. അപ്പോൾ 1s2 2s2 2p6 പിന്നെ 3s2 3p6. ഓക്കെ, ഇതിലിട്ട് ഇത് ഓക്സിഡേഷൻ സ്റ്റേറ്റിനോട് റിലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി 2 പ്രോപ്പർട്ടീസ് പറയാനുണ്ട് എക്സ്ട്രാ ആയിട്ട്. അപ്പം ഇത് എഴുതുന്ന കാര്യം മനസ്സിലായിട്ടുണ്ട്. പോകുന്നത് ഏറ്റവും എവിടെ നിന്നാണ് ലാസ്റ്റ് പോകുന്നത്, ലാസ്റ്റ് എസ് എന്ന്, ദെൻ തൊട്ടുള്ള ഡി എന്ന്. ഓക്കെ, പെനോൾട്ടിമേറ്റ് ഡിസെപ്ഷൻ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പെനോൾട്ടിമേറ്റ് എന്നെല്ലാം പറഞ്ഞിരുന്നു, പെനോൾട്ടിമേറ്റ് ഡിസെപ്ഷൻ എന്നും പറഞ്ഞിരുന്നു. ഓക്കെ, എന്നോട് പറയുന്നത് അടുത്തൊരു പ്രോപ്പർട്ടി പറയുന്നത് ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്തുണ്ടാക്കും, കളേർഡ് കോമ്പൗണ്ട്സ് ഉണ്ടാകും. ഈ കളേർഡ് കോമ്പൗണ്ട്സ് ഉണ്ടാകാൻ കാരണം എന്ന് വെച്ചാൽ റീസൺ പറയുന്നത് ട്രാൻസിഷൻ എലമെൻറ്റ് ഫോംസ് കളേർഡ് കോമ്പൗണ്ട്സ് ബിക്കോസ് ഓഫ് ദി ട്രാൻസിഷൻ ഓഫ് അയോൺസ് എന്നാണ് പറയുന്നത്. ട്രാൻസിഷൻ ഓഫ് അയോൺസ് എന്താ പറയുന്നത്, ട്രാൻസിഷൻ ഓഫ് അയോൺസ് എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ട്രാൻസിഷൻ ഓഫ് അയോൺസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഡി ട്രാൻസിഷൻ എന്ന് പറയും. ഒരു എക്സാമ്പിൾ നമ്മളിൽ അത്രയൊന്നും പറയുന്നില്ല, ട്രാൻസിഷൻ ഓഫ് അയോൺസ് മാത്രമാണ്. ഇപ്പോൾ കോപ്പർ സൾഫേറ്റ് എടുക്കുക, അതിൻ്റെ കളർ ബ്ലൂ കളർ ഉണ്ടാവുക. പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുക്കുക, അതിൻ്റെ കളർ വയലറ്റ് കളർ ഉണ്ടാവും. ഫെറസ് സൾഫേറ്റ് എടുത്താൽ ഒരു ഗ്രീൻ കളർ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ കോപ്പർ സൾഫേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഏത് ഫെറസ് സൾഫേറ്റ് എക്സാമ്പിൾ കൊടുത്തു നോക്കുക. പിന്നെ നമ്മൾ കുറേ എക്സാമ്പിൾ നിങ്ങൾ ലാബിലെല്ലാം ചെയ്യുമ്പോൾ മനസ്സിലാവും അത്. പിന്നെ ട്രാൻസിഷൻ എലമെൻറ്റ് ഷോസ് ഏത് പ്രോപ്പർട്ടി, കാറ്റലിറ്റിക് പ്രോപ്പർട്ടീസ് എന്ന് പറയും. അതിൽ കാറ്റലിറ്റിക് പ്രോപ്പർട്ടി, കാറ്റലിസ്റ്റ് പറഞ്ഞാൽ നമുക്കറിയാം. വാട്ട് ഈസ് കാറ്റലിസ്റ്റ്? Catalyst, the substance which alter the rate of chemical reaction without undergoing any chemical change. റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടാനോ അല്ലെങ്കിൽ കുറക്കാനോ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് നമ്മൾ പറയുന്ന പേരാണ് കാറ്റലിസ്റ്റ്. ഇവിടെ നമുക്ക് അറിയുന്നൊരു കാറ്റലിസ്റ്റ് V2O5 എടുക്കുക, വനേഡിയം പെൻറ്റോക്സൈഡ് എന്ന് പറയും. ഇത് നമ്മൾ കോണ്ടാക്റ്റ് പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റാണ്. കോണ്ടാക്റ്റ് പ്രോസസ്സ്, വനേഡിയം പെൻറ്റോക്സൈഡ് ഇതിൽ ഉപയോഗിക്കും. കോണ്ടാക്റ്റ് പ്രോസസ്സ്, കോണ്ടാക്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ മാനുഫാക്ചർ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. കോണ്ടാക്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിൽ സൾഫ്യൂരിക് ആസിഡ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ സ്പോഞ്ചി അയൺ എന്ന് പറയും. സ്പോഞ്ചി അയൺ നമ്മൾ ഉപയോഗിക്കുന്നത്, സ്പോഞ്ചി അയൺ എന്ന കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നത് ഹേബർ പ്രോസസ്സിലാണ്. ഹേബർ പ്രോസസ്സിൽ, ഇത് ഹേബർ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മാനുഫാക്ചർ ഓഫ് അമോണിയ. പിന്നെ ഇതേപോലെ നിക്കൽ ഉപയോഗിക്കാറുണ്ട്. നിക്കൽ ഉപയോഗിക്കുന്നത് ഹൈഡ്രോജനേഷൻ ഓഫ് വെജിറ്റബിൾ ഓയിൽസ് എന്ന് പറയും. അതിലുപയോഗിക്കുന്ന കാറ്റലിസ്റ്റാണ് ഇത് നിക്കൽ കാറ്റലിസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഇത്ര കാറ്റലിസ്റ്റിൻ്റെ പേര് കൊടുത്ത് നോക്കുക. കോണ്ടാക്റ്റ് പ്രോസസ്സ് ചെയ്തതിൽ മാനുഫാക്ചർ ഓഫ് സൾഫ്യൂരിക് ആസിഡ്, ഹേബർ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ മാനുഫാക്ചർ ഓഫ് അമോണിയ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഏത് ബ്ലോക്ക് എലമെൻസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഏത് ബ്ലോക്ക് എലമെൻസിന്? ഡി ബ്ലോക്ക് എലമെൻസിനെ കുറിച്ചിട്ട് ഇത്ര പഠിക്കാനുണ്ട്. ഡി ബ്ലോക്ക് ക്ലിയർ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് പറയും. പിന്നെ ഒരു ജസ്റ്റ് കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ടെക്സ്റ്റിലെ കുറേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനുണ്ട്. അതും കൂടെ ചെയ്തിട്ട് അടുത്ത 4 ടോപ്പിക്കിൻ്റെ ഏകദേശം ഭാഗമാവും ഇത്. അപ്പോൾ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഉള്ളത്. ഓക്കെ, ക്ലിയർ.